നമസ്കാരം കൂട്ടുകാരെ. 9ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ 3ാം ചാപ്റ്റർ സമാന്തര വരകൾ, അതായത് പാരലൽ ലൈൻസ്, അതിൻ്റെ പേജ് 46ലെ 1ാം ചോദ്യമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലേക്ക് പോകാം. ചോദ്യം നോക്കൂ. ചുറ്റളവ് 15 സെന്റിമീറ്ററും വീതിയും നീളവും 3:4 എന്ന അംശബന്ധത്തിലുമായ ചതുരം വരയ്ക്കുക. Draw a rectangle of perimeter 15 centimeters and sides in the ratio 3:4. അപ്പോൾ നമുക്ക് ചുറ്റളവ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ 15 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് വീതിയും നീളവും കൂട്ടിയത് എത്രയായിരിക്കും? വീതി പ്ലസ് നീളം എത്രയായിരിക്കും? 15/2 ആയിരിക്കും. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 15/2 സെന്റിമീറ്റർ. ഇനി ചോദ്യത്തിൽ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ടല്ലോ, അതെഴുതൂ. വീതി ഈസ് ടു നീളം, ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് 3:4, 3:4. ഇനി അംശബന്ധങ്ങളുടെ തുക, സം ഓഫ് റേഷ്യോ 3 + 4 7. നീളം പ്ലസ് വീതി 15/2 ആയതുകൊണ്ട് വീതി എത്രയായിരിക്കും? വീതി 15/2 ഇൻറ്റു ഇവിടെ എത്ര ഭാഗമാണുള്ളത്? 3/7. 7ൽ 3 ഭാഗം. അപ്പോൾ 15/2 ഇൻറ്റു 3/7. അപ്പോൾ 45/14, അതായത് 45/14 സെന്റിമീറ്റർ ആണ് വീതി. നീളം എന്തായിരിക്കും? 15/2 ഇൻറ്റു 4/7. അപ്പോൾ 60/14 എന്ന് കിട്ടും. ഓക്കെ. ഇനി ഇത് രണ്ടും കൂട്ടി നോക്കിയാൽ നമുക്ക് 105/14 എന്ന് കിട്ടും. അത് 7.5 ആയിരിക്കും, അതായത് 15/2 ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ചതുരം വരയ്ക്കാൻ പോകുന്നത്? നോക്കൂ. 7 സെന്റിമീറ്റർ വരയെ 3:4, അപ്പോൾ 3, 4 എന്നീ 2 ഭാഗങ്ങളാക്കി അതുപയോഗിച്ച് 45/14 അതേപോലെ 60/14 എന്നീ 2 ഭാഗങ്ങൾ ഉള്ള 2 ഭാഗങ്ങളാക്കാം. ആരേനെ? 7.5 സെന്റിമീറ്ററിന്. ഓക്കെ. അതായത് ഡിവൈഡ് എ ലൈൻ ഓഫ് ലെങ്ത് 7 സെന്റിമീറ്റർ ഇൻറ്റു 3 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ. ഇനി യൂസിങ് ദീസ് ലൈൻസ് divide 7.5 centimeter line into 45/14 centimeter and 60/14 centimeter. Okay. Using these, construct the rectangle. 7 സെന്റിമീറ്റർ വരേനെ നമ്മൾ 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ എന്നീ 2 ഭാഗങ്ങളാക്കി മാറ്റും. എന്നിട്ട് എന്തു ചെയ്യും? അതുപയോഗിച്ച് സമാന്തര വരകളുടെ സഹായത്തോടെ 7.5 സെന്റിമീറ്റർ വരയെ 45/14 വീതി എന്ന അളവും 60/14 നീളം എന്ന അളവുമുള്ള 2 ഭാഗങ്ങളാക്കി മാറ്റും. അപ്പോൾ വീതിയും നീളവും ഇവിടെ ഉണ്ട്. ഇതുപയോഗിച്ച് നമ്മൾ ചതുരം വരയ്ക്കും. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നമുക്ക് ഒരു ആനിമേഷൻ വഴി നോക്കിയാലോ? ഓക്കെ, നോക്കാം.
എ എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. എ ബി 7.5 സെന്റിമീറ്ററിൽ വരച്ചു. എന്നിട്ട് എ സി 7 സെന്റിമീറ്ററിൽ വരയ്ക്കുക. ഇതിനെ 2 ഭാഗമാക്കി 3 സെന്റിമീറ്റർ എ ഡി, ഡി സി 4 സെന്റിമീറ്റർ, സി ബി വരച്ചു. ഇതിന് പാരലായി സമാന്തരമായി ഡി ഇ വരച്ചു. ഇപ്പോൾ എ ഇ 45/14 ഇ ബി 60/14 ആയിരിക്കും. ഇനി ഇത് ഒരു വശം. അടുത്ത വശം കിട്ടാൻ വേണ്ടി ഇവിടെ നമ്മളൊരു ലംബം, അതായത് പെർപെൻഡിക്കുലർ വരച്ചു. അതിൽ എന്ത് ചെയ്തു? ഈ 45/14 മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ആർക്ക് അല്ലെങ്കിൽ ചാപം വരച്ചു. അതേപോലെ ബിയിൽ ഒരു ലംബം പെർട്ടിക്കുലർ ലൈൻ വരച്ചു. എന്നിട്ട് അതേ ലെങ്ത്തിൽ ഇവിടെ ഒരു ആർക്ക് വരച്ച് ജി മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, അതായത് എക്സ്പ്ലനേഷൻ ഒന്നുകൂടി ശ്രദ്ധിക്കൂ. എ ബി 7.5 സെന്റിമീറ്ററിൽ വരച്ചു. എന്നിട്ട് 6 സെന്റിമീറ്ററിൽ എ സി വരച്ചു. ഇതിനെ 3:4 ഭാഗിക്കാൻ വേണ്ടി 7 സെന്റിമീറ്ററിൽ എ സി വരച്ചു. എന്നിട്ട് അതിനെ 3 സെന്റിമീറ്ററിൽ ഡി എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ എ ഡി 3 സെന്റിമീറ്ററും ഡി സി 4 സെന്റിമീറ്ററും കിട്ടും. ഇനി എ സിയുടെ അഗ്രബിന്ദു അറ്റം സിയിൽ നിന്നും എ ബിയുടെ എൻഡ് പോയിന്റ് അറ്റത്തിലേക്ക് വര വരച്ചു. അപ്പോൾ സി ബി എന്ന വര കിട്ടി. അതിന് സമാന്തരമായി അല്ലെങ്കിൽ പാരലായി ഡിയിലൂടെ ഒരു വര വരയ്ക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും ഈ എയിലൂടെയും ഒരു സമാന്തര വര ഉണ്ടെന്ന് സങ്കല്പിക്കൂ. അപ്പോൾ 1, ഡി 2, സി ബി 3 സമാന്തര വരകൾക്ക് ഇടയിലാണ് ആരുള്ളത്? എ സി എന്ന വരയുള്ളത്. അതിനെ 3:4 എന്ന റേഷ്യോയിൽ അംശബന്ധത്തിൽ ഭാഗിച്ചു. അപ്പോൾ ഏത് വരയെയും എന്താണ്, ഇതേ അംശബന്ധത്തിൽ തന്നെയായിരിക്കും ഈ 3 പാരലൽ ലൈൻസ്, അതായത് സമാന്തര വരകൾ ഭാഗിക്കുക. അപ്പോൾ എ ഇ എന്തായിരിക്കും? 3 ഭാഗമായിരിക്കും. ഇ ബി 4 ഭാഗമായിരിക്കും. അപ്പോൾ എ ഇ ഈസ് ടു ഇ ബി 3:4 ആയിരിക്കും. അപ്പോൾ 45/14 ഈസ് ടു 60/14 എന്ന് പറഞ്ഞാൽ 3:4 ആയിരിക്കും. ഓക്കെ, അതായത് 45/14 60/14 അത് നമ്മൾ അംശബന്ധത്തിൽ എഴുതുമ്പോൾ 14 എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 45നെ നമുക്ക് 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. 60നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. അപ്പൊ രണ്ടിനെയും നമുക്ക് 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3:4 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഈ ചതുരത്തിന്റെ ചുറ്റളവ് നോക്കൂ. 60ഉം 60ഉം 120. 45ഉം 45ഉം 90. അപ്പോൾ 120ഉം 90ഉം 210. 210നെ 14 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 210/14. അപ്പോൾ നമുക്ക് 21 ഒരു പ്രാവശ്യം, ബാക്കി 7. 70 14 5 70, 15 എന്ന് കിട്ടും. അപ്പോൾ ചുറ്റളവ് 15 സെന്റിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് ഇതിന്റെ ആനിമേഷൻ ഒന്നുകൂടി ശ്രദ്ധിച്ചാലോ? ഇതാ, എ എന്ന ബിന്ദു മാർക്ക് ചെയ്യുക. എ ബി 7.5 സെന്റിമീറ്ററിൽ വരയ്ക്കുക. എ സി 7 സെന്റിമീറ്ററിൽ വരച്ചു. എ ഡി 3 സെന്റിമീറ്റർ, ഡി സി 4 സെന്റിമീറ്റർ. സി ബി വരച്ചു. സി ബിക്ക് സമാന്തരമായി അല്ലെങ്കിൽ പാരലായി ഡി ഇ വരച്ചു. ഇപ്പോൾ എ ഇ 45/14, ഇ ബി 60/14.
ഇനി ഇ ബി ഒരു വശം. രണ്ടാമത്തെ വശം കിട്ടാൻ വേണ്ടി ഇയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ, അതായത് ലംബരേഖ വരച്ചു. എന്നിട്ട് 45/14 സെന്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തു എഫ് എന്ന പോയിന്റിൽ. ബിയിൽ നിന്നും നമ്മൾ ഒരു ലംബരേഖ വരയ്ക്കുക, അതായത് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഈ 45/14 എന്നുള്ള അളവിൽ നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു, ചാപം വരയ്ക്കുന്നു, ജി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇ എഫ് യോജിപ്പിച്ചു, ബി ജി യോജിപ്പിച്ചു. അപ്പം 3 വശങ്ങൾ കിട്ടി. നാലാമത്തെ വശം കിട്ടാൻ എഫും ജിയും യോജിപ്പിക്കുക. അപ്പോൾ ഇത് 45/14 ആണ്, ഇത് 45/14 ആണ്. ഇവിടെ എന്തായിരിക്കും എഫ് ജി? കാരണം ഇ ബി 60/14 ആയതുകൊണ്ട് എഫ് ജി 60/14 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ വൃത്തം മൊത്തം നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇയിൽ നിന്നും ഒരു ചെറിയ ചാപം വരച്ചാൽ മതി. ഇത് ആനിമേഷൻ കാണിക്കുന്ന സമയത്ത് മൊത്തം വൃത്തം വന്നതാണ്. അതേപോലെ ബിയിൽ നിന്നും 45/14 നമ്മൾ എന്ത് ചെയ്യും? ഈ പെർപെൻഡിക്കുലർ ലൈൻ, അതായത് ലംബരേഖയിൽ ജി മാർക്ക് ചെയ്യാൻ ഒരു ചെറിയ ആർക്ക് അല്ലെങ്കിൽ ചാപം വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ചുവന്ന റെക്റ്റാങ്കിൾ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതുക. ഇനി അടുത്ത ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.